അപ്പോൾ OT സീരീസിൻ്റെ 2ാം പാർട്ടിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സമയം എത്ര? 6:40. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയോ ഒരു സ്ഥലത്താണ്. കുറേ കബറുകളും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി ചായ ഉണ്ടാക്കലാണ്. വണ്ടിയിൽ 2 പേരുണ്ട്. ഹായ് കൊടുക്കൂ. ഹായ് ഉജോയ്. ഹായ്. ഇതാണ് നമ്മുടെ വണ്ടി. കൊള്ളാം. നല്ല കിടിലം വ്യൂ സീൻ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ തന്ത. ഇല്ലാത്ത അസുഖങ്ങളില്ല. പല്ല്, കണ്ണ്, ചെവി, വയറ്, നടുവേദന. ഇത് ഫാഷനല്ല. ചെവിക്ക് അങ്ങനെ. കുജോയെ എന്നുണ്ടേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഊട്ടിയിലെ 1 രൂപക്ക് ഇഡ്ഡലി കിട്ടുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും അവിടെ പോകാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാറില്ല. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ എന്താ പറയുക, ഊട്ടി ബസ് സ്റ്റാൻഡ് അവിടെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക നോക്കാം. 1 രൂപക്ക് ഇഡ്ഡലി, അതേപോലെ 5 രൂപക്ക് നമ്മുടെ പുലാവ്, പിന്നെ അതുപോലെ ലെമൺ റൈസോ ടൊമാറ്റോ റൈസോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് അവിടെ. നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡ് അടുത്ത് എല്ലാവർക്കും അറിയാം. എന്നാലും പിന്നെ എന്താ പറയുക, അവന്മാരിവിടെ നടക്കുന്നുണ്ട്. പരിചയം. നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. സോ ഇന്നലെ ആണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. ടെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ടെൻറ്റിൽ എന്ത് ചെയ്തില്ല, പുതപ്പ് ബെഡ്ഷീറ്റ് എടുക്കാൻ മറന്നുപോയി. സോ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ 5 പേരും ഒരു കാറിൽ എങ്ങനെ കിടക്കാനാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സാധനം എത്താറായി. കിട്ടോ? സാധനം കിട്ടോ? ഇഡ്ഡലി കിട്ടോ? അവിടെ വെള്ളം കഴിക്കാനുള്ള ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാറുണ്ട്. ഒന്നിനോ അതിൽ 100 എന്തോ തോന്നുന്നു. വേറെ ചിലവൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ കഴിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ വയ്യ. വിചാരിക്കുന്നത്
നോക്കാം. അതെ എത്ര അപ്പോൾ ഒന്നിന് ഒരു തന്നെ ഒരാൾക്ക് 5 കാണിക്കൂ പ്ലേറ്റ് കാണിക്കൂ. ഒന്നും കൂടെ വേണം. എങ്ങനെയുണ്ട്? നമ്മള് മച്ചാൻ പോയാ ബാത്റൂം പോയോ? വേണ്ടു ജയ് ரொம்ப டேஸ்டாக இருக்கு. நல்லா இருக்கு. இந்த ஊட்டியில் எனக்கு ബസ് സ്റ്റാൻഡ് എടുത്ത് ബസ് സ്റ്റാൻഡ് പക്കത്തിൽ ബസ് സ്റ്റാൻഡ് പക്കത്തിൽ 5 രൂപയ്ക്ക് രാവിലെ മോർണിംഗ് 8 മണിക്ക് വന്നാൽ എണ്ണ കിടക്കും. വേറെ എന്തൊക്കെ കിടക്കും? വേറെ സാമ്പാർ കിട്ടും. കാവല ഉണ്ടാക്കി എന്നടാ ഉനക്ക് തമ്മിൽ അറിയില്ലേ? തമിഴ് തരാതെ തമ്പി കന്നഡ ഭായി പോവാ തമിഴ് തരുമാ നമുക്ക് തരുമാ ഉണ്ടല്ലോ. ഇഡ്ഡലി നല്ല ഉടച്ചെടുക്കണം. ഉടച്ചിട്ട് സാപ്പിടണം. அப்படியா? സാപ്പിടുന്നില്ലല്ലോ. சாப்பிட்டா போதும். അടി 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 ബെസ്റ്റില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. ഡിഗ്രി ഓടിയിട്ട് ഇപ്പൊ കഴിക്കണേനോ? പാവടാ ഓനറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പാവല്ലാണ്. എന്ത് ക്യൂട്ടല്ലേ അല്ലേ? ആ കണ്ട അവന്റെ ഐബ്രോ പോക്കാം. ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ ആയിട്ടില്ല. പക്ഷെ ഇതായിട്ട് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ വരെ ആയിട്ടില്ല. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു. ദെൻ വാട്ട്സ് നെക്സ്റ്റ്? അടുത്ത ലക്ഷം ലഞ്ച്. അത് കഴിഞ്ഞിട്ട് ടീ ആൻഡ് സ്നാക്സ്. കുജുന് എന്തൊരു ഡിപ്രഷൻ? കുജുനെന്താ ഡിപ്രഷൻ? അതിനാണോ? ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതോടൊപ്പം തന്നെ ഏതാലേ വ്യൂലേ? നോ, വി ഡോണ്ട് നീഡ്. ഇതാണ് നമ്മുടെ സുജായ്. എൻജിനീയറാണ്, അതുപോലെ പൈസക്കാരനാണ്. ഇറ്റോസ് ഉണ്ട്, സലോറിയുണ്ട്, അസീസുണ്ട്, തേങ്ങകളുണ്ട്. തേങ്ങ അല്ലേ? കുറേ അമ്മായികളുണ്ട്.
അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ? ഷുഹൈബ് പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ബ്ലഷ് ആവും. ഷുഹൈബ് ചെറുതായില്ലേ? അതെ, വ്ളോഗിൽ കാണുന്ന പോലെയുള്ള ഒരാളേ അല്ല. ഷുഹൈബ് ഈ പാദുപാസിലാണ് പറയാ. അതെ 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 അല്ല 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 അതെന്താ അങ്ങനെ പറയണേ? എത്ര അറിയാ? ഏത് എന്താണ് അജ്മൽ? എന്താ പറയുക? ഇത് അജ്മല് മുന്നേ പരിചയപ്പെടുത്തിരുന്നാലും പരിചയപ്പെടുത്തി. ഞാനാണ് ഇത് എങ്ങനെ ഇവിടെ വന്ന് എന്നെയാണ് ഞങ്ങളെ കമ്പനി അതേപോലെ. ഇതെങ്ങനെ ഞങ്ങളെ പറ്റി ഇർഷാദിന്റെ ആരോഗ്യ ഞാൻ ഇർഷാദിന്റെ ഉത്താപ്പാന്റെ മോനെ അതും കൂടി അറിയില്ല. തെറ്റിച്ച് പറഞ്ഞാൽ ഇതെന്താ പറഞ്ഞേ? ഒരു കിളി പോയൊരു ഐറ്റം ടേപ്പറൊക്കെയാണ് ആള്. അജ്മല് സിംഗിളാണോ? സിംഗിളാണ്? റെഡി ടു മിംഗിളാണോ? ഈ ക്യൂട്ടി അങ്ങനെയൊക്കെ ചോദിച്ചാൽ താല്പര്യമുണ്ട്. അജ്മൽ നമ്മുടെ ക്യൂട്ടി പ്യൂക്കി ആണ്. അജ്മൽ എവിടെ നോക്കിയാലും ഒരു ക്യൂട്ടി സ്റ്റൈൽ ഉണ്ടാവും. ഇത് നമ്മുടെ ആരുള്ളത്? ജാസിർ, ആന്ധ്ര എന്റർപ്രൂണർ. പുറപ്പെടുകയാണ്. എങ്ങോട്ടൊന്നും ഇല്ലാതെ പോവാണ്. എങ്ങോട്ടൊന്നുമില്ല, അടുത്ത പമ്പക്ക്. ഇപ്പൊ സമയം 11:18. അതിനിടയിൽ നമ്മൾ ആവലാഞ്ചി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ കിണ്ണക്കോരെ എന്താ പറയുക, ഇപ്പം തുറന്നിട്ടുണ്ട്. ആദ്യം തുറന്നിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാതെന്ന് വെച്ചെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലായിരുന്നു. തണുപ്പും പിന്നെ അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഞാൻ ഒന്ന് ഉറങ്ങി. അതായിരുന്നു പിന്നെ എന്താ പറയുക, വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ. ഇപ്പോൾ ഞങ്ങൾ മഞ്ചൂർ എന്ന സ്ഥലത്തായിരുന്നു ഇരിക്കുന്നത്. മഞ്ചൂരിൽ നിന്ന് ഇനി എന്താ പറയുക, മഞ്ചൂരിൽ നിന്ന് ഇനി ഒരു 10-15 കിലോമീറ്റർ ഉള്ളു കിണ്ണക്കോരയിലോട്ട്. കിണ്ണക്കോര പോയിട്ട് പോകുന്ന വഴിക്ക് രസിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, ബ്രെഡ് ആംലെറ്റോ കാര്യങ്ങളായിട്ട് ഉണ്ടാക്കണം. ഇവിടെ അതില് കോമഡി നടന്നത് ഉജോയി ചാണം ചവിട്ടിട്ട് നിക്കാണ്. ഈ ചാണാണ് ഉജോയി ചവിട്ടി. ഉജോയോട് ഞാൻ ഫോട്ടോ എടുപ്പിച്ചതാണ്. ഫോട്ടോ എടുക്കാൻ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ ഉജോയ് എന്താ പറയാ, ചാണം ചവിട്ടി. ഉജോയ് എന്നിട്ട് എന്താ ചകിരിത്തുപ്പൊക്കെ ഉണ്ടോന്ന് വെച്ച് നടക്കി. ആ പുല്ല് തോത്തിക്കോ പറഞ്ഞു ഞാന്. വാതിലൊക്കെ കൂട്ടിക്കാണാ. വാതിൽ കൂട്ടിട്ടില്ലല്ലോ. യാസർ എന്താ പറയാനുള്ളത്? യാസർ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. യാസർ വ്യാഴാഴ്ച പോകുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോ 3 ദിവസം കൂടെ എക്സ്ട്രാ കിട്ടിയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ എങ്ങനെയാണ്, അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കാണാം. ബാക്കിയുള്ളവർ അവിടെ കാത്തു നിൽക്കുവാണ് നമുക്കെതിരെ, അല്ല നമുക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. കാണാം. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതെ, പ്രോട്ടീൻ ഇൻടേക്കാണ്. പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ ടൈമാണിപ്പോൾ. ബ്രഞ്ച് ടൈം എന്താണ് ഇരുന്നേ? എന്തൊക്കെ ജ്യൂസ് കുടിക്കുക? എന്തൊക്കെ ജ്യൂസ് കുടിക്കും? ഏതൊക്കെയാണ് ABC? ഏതാ? ഇല്ലല്ല, ആ വണ്ടിയുടെ മേലുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഉച്ചക്ക് നമ്മൾ ഉണ്ടാക്കുന്നേ മന്തി അല്ല കപ്സ.
ചിക്കൻ ഇല്ലാത്ത കപ്സ. ചിക്കൻ മഞ്ചൂരി. അത് കരിയാണ്. എന്തേ ഫുൾ എടുക്കാം. മുളമ്പൊടി ഉണ്ടല്ലോ നമ്മളതിന്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട്. പൈസയുടെ കേസ് വിട്. പുജോയിന്റെ അടുത്ത പരിപാടി എന്താ? പണിക്ക് ഏതായാലും പോവില്ല. പിന്നെ പരിപാടി കേൾക്കാരോ സാധാരണ ചെയ്യുന്ന പരിപാടി തന്നെ. ഞാൻ എന്തിലും വെളിപ്പെടുത്തില്ല, കാരണം അത് അവന്റെ സീക്രട്ടാണ്. അതെ, അത് സംരംഭകനായി വളർന്നതിന് ശേഷം മാത്രമേ നമ്മളത് റിവീൽ ചെയ്യുള്ളൂ അല്ലേ. അത് വലിയ ഇന്റർവ്യൂ ഒക്കെ വിളിക്കുമ്പോ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോ അല്ലേ, പണ്ട് കാലത്തെ തുടങ്ങിയെന്ന് പറയാം. അല്ലോ എങ്ങനെ. അപ്പൊ നമ്മൾ കിണ്ണക്കോറയിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചരാം. കൂടെ ഉള്ളവന്മാരെല്ലാം ഉറങ്ങുവാണ്, നല്ല ഉറക്കമാണ്. ചോപ്പ് നീല. ഇവിടെ നമ്മളെ പരിപാടി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വലിയൊരു അടിപൊളി ക്ലൈമറ്റൊന്നും അല്ല, പക്ഷെ മഴ ഒന്നുമില്ല. അതേപോലെ തിരക്കും കുറവാണ്. പൊതുവേ കിണ്ണക്കോര റൂട്ട് അടച്ചെന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചേക്കുന്നത്, പക്ഷെ അടച്ചിട്ടില്ല, തുറന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്താ ഉണ്ടാക്കുന്നത്? ഇന്നലത്തെ പോലെ ഫുഡ് ഉണ്ടാക്കുവാണ്. അപ്പോൾ 4.5 ഗ്ലാസ് അരി, നീ മറക്കണ്ട, ഇതിൽ നോട്ട് ചെയ്താ. അതോ അങ്ങനെ. ബാക്കി വിശ്വാസം നമുക്ക് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ക്രോസ് ബ്രീഡ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കിണ്ണക്കോരയിൽ വന്നിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ആ ഷോപ്പിൽ നിന്ന് ചായ അടിച്ചിട്ട് പോകും. നമ്മളെന്ത് ചെയ്യാണ്? എന്താണ് ചെയ്യണേ? ഒരു വെറൈറ്റി കല്ല് കണ്ടു. നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. ജോയെ, ഈ കല്ലെന്താന്നുള്ളത് എൻ്റെ 100ഓളം സബ്സ്ക്രൈബേഴ്സിന് അറിയാമെങ്കിൽ പറഞ്ഞു തരാം. അതെ, ബാ നമുക്കിങ്ങനെ നടന്നോക്കാം. പഴയ ഗുണ്ട സെറ്റപ്പിലുള്ള അല്ല ഗുണ്ടകളുടെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ടാറ്റാ സുമോ. എങ്ങനെ കൊള്ളാം, സംഭവം നൈസാണ്. നല്ല രസമുള്ള വ്യൂ ഒക്കെ. എനിക്ക് അതെല്ലാം ഇഷ്ടമായി. ഒരു അപ്പൂപ്പനൊക്കെ നടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് എവിടെ പുജോയുടെ? ഒരു നേരെ താഴത്തോട്ടല്ല പോയത്. അവിടെ അറിയാണ്ടാ പോവും. അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടികൾ. ഇതാണ് കോമഡി. പച്ച, ബ്രൗണ്, നീല, ചുവപ്പ്, ചെക്ക്. പുജോനെ നടത്താൻ തന്നെ സീനാ. ഇവിടെ ഫുള്ള് വണ്ടിലൊക്കെ ചെയ്യാനാ. നമുക്കില്ലേ ആദ്യം നമുക്ക് ഫാക്ടറി പോവാം, എന്നിട്ട് എന്തിനും ഞാൻ റെഡിയാണ്.
അജ്മലിന് ഈ ഒരു അവസരത്തിൽ കാണികളോട് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ഇന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അങ്ങനെ ടിങ് ടിങ്. പുജോയും കൂടെ പറയേ. ഞങ്ങള് പുജോയിന്ന് വിളിക്കാൻ വേണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് പുജോയിന്ന് വിളിക്കരുത്. പേര് പറഞ്ഞേ, എൻ്റെ പേരെന്താ? ഷുഹൈബ്. ഫുള്ള് കാട്ടിൽ, ചെങ്ങനക്കാട്ടിൽ. ചെങ്ങനക്കാട്ടിൽ. അപ്പോ പുജോയ് നല്ല ഉറങ്ങിയായിരുന്നോ? പുജോയ് എന്താ ഉറങ്ങാഞ്ഞേ? എന്തുകൊണ്ട് ഉറങ്ങാൻ പറ്റാഞ്ഞേ? ഒരാളുടെ ട്രിപ്പ് വരാൻ പറഞ്ഞപ്പോ ഈ ഒരു ഡ്രസ്സും അതല്ല വേറെ ഷർട്ടാണ്, ആ ഷർട്ട് ഇട്ടാണ് മാത്രം വന്നിക്കാണ്. നമ്മൾ വരെ സാധനത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു പെണ്ണുങ്ങളെ കൊണ്ടുപോയി വലിയൊരു പെട്ടി, അതിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ഡ്രസ്സിലെ വരണ്ടില്ലേ? ഇത്ര മതി. അങ്ങനെയാണ്. അങ്ങനെയാണ് നിങ്ങളത് പെണ്ണുങ്ങളൊക്കെ വരുന്ന വഴി വലിയൊരു പെട്ടി. വണ്ടിയില്ല മുത്തേ, പിന്നെന്താ പേടിക്കാനേ? ബൈക്കല്ലല്ലോ, അതുകൊണ്ടല്ലേ പെട്ടിണത് ഡ്രസ്സിന്റെ. അതിൽ കാര്യമില്ല. എനിക്കിപ്പോ ഫാക്ടറി പോണോ? ഫാക്ടറി പോകേണ്ട ആവശ്യമുണ്ടോ? ജാസിർ അപ്പോ ജാസിറിന്റെ പോക്ക് ഞായറാഴ്ചയൊക്കെ മാറ്റിയ സന്തോഷത്തിലാണ് ജാസിർ. ബ്ലോഗറിന് എന്താണ് സർട്ടിഫിക്കറ്റ് ഇട്ടാനായിട്ടുണ്ട്. അപ്പൊ ബ്ലോഗർ ഇപ്പടുത്ത് പോകുന്ന പറയണേ. മറന്നു വരും. അതിന്റെ ദുഃഖത്തിലാണ് മോനെ സ്പീഡ് വണ്ടി ഓട്ടല്ലോ മതി. നെഗോ എന്ത് നെഗോ? നയിച്ചുകാണ്ട് പൈസ അത് പണിയെടുക്കാൻ വയ്യ. പണിയെടുക്കാതെ എനിക്ക് വല്ല മോഡല് യൂട്യൂബറൊക്കെ ആവുക. പൈസ ഇതാണ് മെയിൻ. ചെക്കനൊന്ന് സെറ്റാക്കി കൊടുക്കുക, അക്കൗണ്ട് ഒന്ന് റീച്ച് ആക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എട്രിക്കോട്ടെ കിങ്. സംഭവം ആള് ചെറുതാണെങ്കിലും നല്ല പ്രായമുണ്ട്. എന്റെ താത്താന്റെ ഒപ്പം പഠിച്ചതാണ് അവൻ. ആ ലെവല് പ്രായമുണ്ട് എനിക്ക്. അതൊക്കെ നിങ്ങൾ ഉറങ്ങല്ലേ, അതൊക്കെ കാണിച്ചു കൊടുത്തേക്കണേ. ചത്തുറങ്ങണൊക്കെ. അപ്പൊ നമ്മൾ ഉജോയിന് ഒന്ന് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ട് മാത്രം ഞങ്ങൾ ജോയ്ക്ക് ഇതന്നെ പരിപാടി. ഒരു എന്തെങ്കിലും ഫുഡ് കഴിക്കുക, വാഷ്റൂം തപ്പി നടക്കുക, ചാണം ചവിട്ടുക. അങ്ങനെ ഒന്നും അതേ ഉള്ളൂ. അതിലെ ഒരൊറ്റ റൂട്ടേ ഉള്ളൂ. ഇത് ഇവിടെ അവസാനിക്കുന്നുണ്ട്. കുറച്ചപ്പുറം പോയാല് നിങ്ങൾ അവിടെ നടന്ന് തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. കോടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ നല്ല രസമാണ്. നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കട ഉണ്ട് താഴെ. ഇതൊരു ചായക്കട ഉണ്ട് താഴെ. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഇതൊരു ചായക്കട. ഓക്കെ. ഇങ്ങനത്തെ ആൾക്കാരായിട്ടൊന്നും ട്രിപ്പിന് വരാൻ പറ്റില്ല. ഇവിടെ എന്താ ഉള്ളത് എന്ന് പോകുന്ന സ്ഥലത്തിലല്ല, പോകുന്ന വഴിയിലാണ് കാര്യം. അതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അല്ല വിജയ എത്ത് ഉറങ്ങണ എനിക്കെത്ത് അതേ ഓൻ ഫോട്ടോ ആണെന്ന് പറഞ്ഞേ. വീഡിയോ കണ്ടന്റിന് വേണ്ടി ചാണം ചോട്ടിപ്പിച്ച് എന്നാലും ലാസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് ചാണം ചോട്ടിയതോ? അല്ലല്ല, ചാണം ചോട്ടിനെ ഇഞ്ഞെങ്കിലും ഫോട്ടോ എടുത്താട്ട് ഫോട്ടോ എടുത്തോട്ട് പോട്ടെ. നേരെ ഫാക്ടറി ഇറങ്ങിക്കോ. അപ്പൊ
നമ്മൾ കിട്ടില്ല സ്കൈ ആണ് ഗൈസ്, കിട്ടില്ല സ്കൈ. അല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. കാലൊക്കെ ടാൻ അടിക്കുമ്പോൾ എല്ലാവരും നോക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ. അണ്ണാ റെസ്റ്റ് റൂം യൂസ് പണ്ണത്. അപ്പോൾ ഫാക്ടറിയിൽ റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ പറ്റൂല, ബിക്കോസ് അത് അവർക്കുള്ളത് മാത്രമാണ്. പുജോയെ പിടിച്ചോ ഉച്ചക്കത്ത് ഇല്ലല്ലോ പറഞ്ഞാ പോരാ. കട്ട വിളിച്ച് കട്ട വിളിച്ച് സെൻഡ് ആക്കി. എന്താ പറഞ്ഞു? കട്ട എന്താ പറഞ്ഞു? സബ്സ്ക്രൈബർ ആണൊക്കെ. എന്നാ പോവല്ലേ? ചിക്കൻ വേണ്ടേ? ഇവിടുന്നോ? ചൂടുണ്ടോന്നോ? ആ അതാണ് ഇവിടുത്തെ ചൂടിന്റെ ഒരു ആ ടെമ്പറേച്ചർ. അതന്നെയാണ് എല്ലാവർക്കും ഉണ്ടായി. അപ്പോ അജ്മലിനെ ചൂടെടുക്കുന്നതിന് പ്രമാണിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇടുക. ഇട്ടാ പറ്റാത്തോലൊന്നുമില്ല കേട്ടോ നമ്മളിതില്. ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചിലർക്ക് AC പറ്റൂല. ക്ലാസ് സത്യം കാലുമൊക്കെ വെയിലടിച്ചിട്ടേ കറക്കണ കേസല്ല, റേസീസ് അല്ല. ടാന് മീൻസ് കറക്കണല്ലോ, അത് നമ്മൾ സൺ എക്സ്പോഷർ ആയിട്ടുള്ള സംഭവമല്ലേ. സോ നമ്മളായിട്ട് എന്തിനാ വെറുതെ വരുത്തി വെക്കണ ആവശ്യം എന്തിനാണ്? പൂജ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരാണ്ട് പോയിക്കോ, കളത്തേക്ക് പോയിക്കോ. എന്തോ പറയാ, ഇവരൊക്കെ കാണുമ്പോ എന്തോ പറയാനുള്ള പോലെ. ഞാൻ വിചാരിച്ചു ഞാനിപ്പോ സൈഡാക്കി കുറഞ്ഞു പോയോ, അതോ ഞാൻ ആദ്യം സൈഡാക്കി കൊടുത്തേ. പെട്ടെന്ന് സെക്കൻഡ്സിന്റെ മാറ്റത്തില് വരുമ്പോ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. Because success is permanent. Girlfriend is Temporary. My best friend is pregnant. ഇവിടെ ഹൈദരാബാദിൽ എനിക്ക് കുറച്ചു കാലം അതിന്റെ ഒരു ഇതുണ്ട് എനിക്ക്. നായി പൂക്കിട്ടാ ഇവന്റെ ബ്രൗണ് ഓഫ് വൈറ്റ് പാന്റ് എയർഫോഴ്സ് താടിയും ഇതൊക്കെ. വിജയ് ക്യൂട്ട്നെസ് വിജയ പോയിക്കോട് ഗ്ലാസ് പൊന്തിച്ചടാ കോപ്പേ. ഇവിടെ AC ഇട്ടിക്കണേ, ഇവിടെ AC ഇട്ടിക്കണേ. രണ്ടു വാക്ക് മൊഴിയൂ. അവിടുന്ന് എടുക്കേ എന്താ ഇങ്ങനെ. അപ്പൊ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പുജുവിന് പറ്റിയില്ലല്ലേ? പുജുവിനെ പറ്റാത്തത് കൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് തേടി പോവുകയാണ്. 10-50 കിലോമീറ്റർ ഇവിടെ സൂര്യേട്ടം വന്ന കാരണം നമ്മളത് തൽക്കാലം ഇവിടുന്ന് ഇവിടെ പറയാണ്. നമ്മളെ ടാർഗറ്റ് നെക്സ്റ്റ് പ്ലേസ് അതിന് വാഷ്റൂമാണ്. വാഷ്റൂം പ്ലസ് ഫുഡ് ഉണ്ടാക്കൽ, അതാ പരിപാടി. അതാണ് പരിപാടി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. ഞങ്ങക്കെന്ത് പറയണ്ട, രണ്ടു വാക്ക്. ഈ അവസരത്തിൽ നമ്മളോട് കൂടെ കൂടിയ എല്ലാവർക്കും, ഈ അവസരം നമ്മളോട് കൂടെ കൂടിയ അജ്മലിന് 1000. അജ്മലിന്റെ കേസല്ല, ഷുഹൈബാണ് മെയിന്. ഷുഹൈബ് ഇല്ലാന്നുണ്ടെങ്കില് എന്താ പറയാ, ഷുഹൈബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് ഇല്ല. ഞങ്ങളെല്ലാരും ചരിച്ച് ഇന്നലെ തന്നെ പോയിണ്ടാവും. ഇന്നലെ പോയിട്ടുണ്ട്. ഞങ്ങള് ബൈക്കിൽ വരാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഷുഹൈബും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ കാറ് ഞങ്ങളെ കയ്യില് കാറുണ്ടായിട്ടൊന്നല്ല, പക്ഷെ നമ്മള് ഒപ്പിച്ചെടുത്തു. ബിക്കോസ് ഓൺലി ദ റീസൺ ഫോർ ഷുഹൈബ്. ഷുഹൈബ് ഇപ്പൊ തെറ്റി നിൽക്കുകയാണ് വാഷ്റൂം കിട്ടാത്തോണ്ട്. ഷുഹൈബേ പിടിച്ചേക്ക്. ഷുഹൈബേ ഓമനപ്പുമുഖം വാടിടണ്ട അപ്പോ
ഒരു വണ്ടി വന്നിട്ടുണ്ട് ഇത്രയും അപ്പോൾ ഡ്രൈവർ അതിസാഹസികമായിട്ട് എന്ത് ചെയ്തു? സൗണ്ട് ഇടക്കൊരു മൂടാണേ. ഷുഹൈബ് നോക്ക്, ഷുഹൈബ് മലനിര എന്റെ ആ കുണ്ടിൽ നിന്ന് പാറം വന്നതൊക്കെ കിട്ടുവോ? ലാസ്റ്റ് പാട്ടേ കൊല്ലിയവർമ്മ വന്നിട്ടില്ലല്ലോ. സ്ഥലം നമ്മള് വെള്ളച്ചാട്ടം പോയത് വെള്ളമല്ല വെള്ളം വരുന്നത് അത് ചോലക്കൊടുമ്പിലെ വ്ളോഗ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നമ്മൾക്ക് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മള് പോവും എന്തേലും വരും മഴക്കാലങ്ങളിൽ നമ്മൾ വീണ്ടും ഒരു ഇറക്കം ഇറങ്ങുന്നതാണ്. അന്ന് നമ്മുടെ കൂട്ടത്തിൽ ചിലവരൊക്കെ എന്റർപ്രണറും ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ചിലര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വലിയ വലിയ കൊമ്പത്തുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. നിർത്തി പോയിട്ടുണ്ടാവും. അത് വേണ്ട. ചിലവര് പിന്നെ റഷ്യ, മോസ്കോ, ജർമ്മനിക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. അത് മെയിന് അതെന്തായാലും ഉണ്ടാവും. ചിലവര് പിന്നെ ഇവിടെ ഹോട്ടലത്തൊന്നും കഴിക്കാൻ പറ്റൂല. അവനക്ക് കത്രിക. ഈ എന്താ പഠിക്കണ പ്രൊഫഷൻ പറഞ്ഞ? ഓട്ടി ടെക്നീഷ്യൻ കഴിഞ്ഞു. സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ BSc എടുക്കണം. രക്ഷപ്പെടണം. പെണ്ണ് കെട്ടണം. മാനറ്ററി ആണ്. കണ്ടവർക്ക് ഒന്നുകണോ? ഒന്നുകണോ? ആരപ്പോ അന്നപ്പ കാണൂട്ടാ വ്ളോഗ്. സത്യം പറഞ്ഞാ മതി. സത്യം പറഞ്ഞോളൂ. അന്നപ്പ കാണും വ്ളോഗ്. ഓക്കെ. അപ്പൊ സ്ഥലങ്ങൾ കണ്ടു വെച്ചു. കാരണം ഇപ്പൊ നാളെ ഞാൻ ആരെങ്കിലും കെട്ടുകയാണെങ്കിൽ പോലും എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല കൊണ്ടടക്കാനുള്ളതൊന്നും. പക്ഷെ നേരെ മറിച്ച് ഇർഷാദിനും അജ്മലിനും യാസിറിനും എന്ത് ചെയ്യാണ് ഉള്ള റൂട്ടും ഉള്ള വഴികളും ഒക്കെ അറിയാം. അപ്പൊ നമ്മൾ AC വർക്കും അന്നിങ്ങനെ കൊടുത്തു. ഞാൻ അങ്ങനെ കൊടുത്തു. അങ്ങനെയാണ് സംഭവം. ഇതാണ് നമ്മുടെ റൂട്ട്. കൊള്ളാം, എനിക്കിഷ്ടായി. നിങ്ങൾക്കോ? വെള്ളം വിജയ് ക്യാനഡക്ക് എന്ത് നല്ല വെള്ളം. ആയിക്കോട്ടെ പോരെ. അപ്പോൾ നമ്മളെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അരി കഴുകിയിട്ട് നമ്മൾ വീണ്ടും വെള്ളം എടുക്കാൻ പോവാണ്. ഉള്ളി മിനറൽസ് അവിടെ വെച്ചോ. അതായത് താഴത്തോട്ട് വീയരുത് കേട്ടോ. കുരുത്താൻ കേട്ടോനെ. അടിപൊളി സാധനം. ചളിവെള്ള തണുപ്പുണ്ടോ? നീ ഉണ്ടോക്കാം. വെള്ളം കിട്ടി നമുക്ക് വെള്ളം. അത് വേറെ നമുക്ക് ചേഞ്ച് ചെയ്യേ. ഉരുല്ലേ?
എന്താ പൂജയെ നോക്കണേ? മുണ്ടതാ അതെ അതാ തുണി അതാ അജ്മലിന്റെ മുഖം നോക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഊട്ടിയത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. കിണ്ണക്കോരന്ന് വന്നു, ഫുഡ് ഉണ്ടാക്കി. അതൊന്നും വിഷ്വല് എന്താ പറയാ എടുത്തിട്ടില്ല. ഭയങ്കരമായിട്ട് മടുത്തുപോയി അല്ലേ? എല്ലാവരും ടയേർഡായി, ആർക്കും ഒരു മൂഡില്ലാണ്ടായി പോയി. അതായത് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ആ വിഷ്വലൊന്നും ആഡ് ചെയ്യാൻ. ഇപ്പം നമ്മളിപ്പോ ഊട്ടി തന്നെയാണ്. പാട്ടിടല്ലേ കോപ്പിറൈറ്റ് കിട്ടും. യൂട്യൂബാണ് ഞാൻ ഏതാ. അപ്പോ എന്താ പറയാ, നാളെ രാവിലെ ആവുമ്പോഴേക്കും എത്തും വിചാരിക്കുന്നു. കേടുപാടില്ലാതെ എത്തട്ടെ. വാപ്പ വിളിച്ചിരുന്നു 10 മണിക്ക് വീട്ടിൽ കയറില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. അതില് പൂജയെ പേടിച്ചു. കാരണം പൂജുവിന്റെ ചിരിയും കാര്യമൊക്കെ മാറി. ചിരി ഉണ്ട് ഇപ്പൊ ചിരിച്ചു കൊടുത്താ അതെ കോസ്റ്റ്യൂം. അപ്പോ എന്താ പറയാ, നമുക്ക് വരും വ്ലോഗിൽ കാണാം. പാപ്പനെ കേക്കട്ടെ. അപ്പോൾ നമുക്ക് വരും വ്ലോഗിൽ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇനിയും എന്ത് ചെയ്യും, ഇതുപോലത്തെ ട്രിപ്പ് പോവും അല്ലേ? എന്തൊക്കെ പറയാനുള്ളത്? പോണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.